നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. സോളാറിലെ മുഖ്യ സൂത്രധാരൻ. സോളാർ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സരിത എസ് നായർ. CPM നേതാവ് EP ജയരാജൻ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് മാധ്യമങ്ങളോട് പറയാൻ നിർദ്ദേശിച്ചത് ഉമ്മൻചാണ്ടി. പണം വാഗ്ദാനം ചെയ്തയാൾ പറഞ്ഞത് താൻ വിശ്വസിച്ചിട്ടില്ലെന്നും സരിത. കേസിൽ സോളാർ കമ്മീഷനെതിരെ റിട്ട് സമർപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ അറിവോടെ. ബെന്നി ബെഹനാൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് റിട്ടിലുള്ളതെന്നും പുതിയ വെളിപ്പെടുത്തൽ. സരിതയുമായുള്ള ബിജു രാധാകൃഷ്ണന്റെ രഹസ്യ ക്രോസ് വിസ്താരം പൂർത്തിയായി. സരിതയുടെ വെളിപ്പെടുത്തലിൽ ചിലത് സത്യമെന്ന് ബിജു രാധാകൃഷ്ണൻ. വിസ്താരവേദിയിൽ സർക്കാർ അഭിഭാഷകന് പ്രവേശനം അനുവദിച്ചില്ല. രഹസ്യ വിസ്താരത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു പറയില്ലെന്നും സരിത. ആരോപണം തള്ളി ആഭ്യന്തരമന്ത്രി. ബാർക്കോഴ കേസിൽ SP R സുകേശിനെതിരായ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിയെന്ന വാർത്ത നിഷേധിച്ച് രമേശ് ചെന്നിത്തല. ആഭ്യന്തര വകുപ്പിനെതിരായ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് വിശദീകരണം. സുകേശൻ വാർത്ത ചോർത്തിയെന്ന പരാതിയിൽ റിപ്പോർട്ട് നേരത്തെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥനെ ശാസിച്ചിരുന്നുവെന്നും ആഭ്യന്തരമന്ത്രി. ബിജു രമേശുമായി ഗൂഢാലോചന നടത്തിയെന്ന സംശയത്തിൽ ആഭ്യന്തര വകുപ്പ് സുകേശിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇന്നലെ. നിലവറ തുറക്കണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ B നിലവറ തുറക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി വിദഗ്ധ സമിതി സുപ്രീം കോടതിയിൽ. B ഒഴികെയുള്ള നിലവറകളിലെ സ്വത്തുക്കളുടെ മൂല്യനിർണ്ണയം പൂർത്തിയായി. അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കാൻ B നിലവറ തുറക്കണമെന്നും വിദഗ്ധ സമിതിയുടെ സത്യവാങ്മൂലം. വിഷയം വീണ്ടും കോടതിയിലെത്തുന്നത് ക്ഷേത്ര നടപടികൾക്കെതിരെ രാജകുടുംബത്തിന്റെ കടുത്ത എതിർപ്പ് നിലനിൽക്കെ. സ്വത്ത് വിവരങ്ങളുടെ കണക്ക് സംബന്ധിച്ച് വിദഗ്ധ സമിതി ഇതുവരെ തയ്യാറാക്കിയത് 45,000 പേജുള്ള റിപ്പോർട്ട്. രവിക്കെതിരെ കേസില്ല. സോളാർ കേസിൽ സരിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തമ്പാനൂർ രവിക്കെതിരെ VS നൽകിയ പരാതി തള്ളി. KPCC ജനറൽ സെക്രട്ടറിക്കെതിരായ ആരോപണം സോളാർ കമ്മീഷനിൽ ഹാജരാകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിക്ക് വേണ്ടി സരിതയെ ഫോണിൽ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന്. സരിത എസ് നായർ നൽകിയ ശബ്ദരേഖയിൽ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ ശ്രമിച്ചതായി കാണുന്നില്ലെന്ന് പോലീസിന് നിയമോപദേശം. സംഭാഷണത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതായും സൂചനയില്ല. പരാതിയിൽ കഴമ്പില്ലെന്നും അതിനാൽ രവിക്കെതിരെ കേസെടുക്കാനാവില്ലെന്നും DGP TP സെൻകുമാർ. വീണ്ടും അഴിമതി ആരോപണം. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ അനധികൃതമായി ഭൂമി കൈമാറ്റം നടത്തിയെന്ന് ആരോപണം. ദേശീയോദ്യാനത്തിന്റെ സമീപത്തെ സ്ഥലം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആനന്ദിബെൻ പട്ടേലിന്റെ മകൾ അനർ പട്ടേലിന്റെ ബിസിനസ് പങ്കാളികൾക്ക് തുച്ഛമായ വിലയ്ക്ക് നൽകിയെന്ന് കോൺഗ്രസ്. 125 കോടി മൂല്യം വരുന്ന 250 ഏക്കർ സ്ഥലം കമ്പനിക്ക് റിസോർട്ട് പണിയാൻ കൈമാറിയത് 1.5 കോടി രൂപയ്ക്ക്. അനധികൃത ഇടപാടിൽ ആനന്ദിബെൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ. അഴിമതിയിൽ സുപ്രീം കോടതിയിൽ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണം നടത്തണമെന്നും ആവശ്യം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 2,560 രൂപ, പവൻ 20,480 രൂപ, വെള്ളി ഗ്രാമിന് 38.82 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.